ബസൂക്ക എന്ന് പറയുന്ന സിനിമയെ വലിയ കാര്യമായിട്ടുള്ള ഡീഗ്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ ഒരു ഇത് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബസൂക്കയ്ക്ക് ഡീഗ്രേഡിങ് ഏറ്റവും ഇല്ലോ എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി നമുക്ക് പറയാൻ സാധിക്കും. ആദ്യ ദിവസം 300ഓളം തിയേറ്ററുകളിലാണ്, കേരളത്തിലെ 300ഓളം സ്ക്രീനുകളിലാണ് സിനിമ റിലീസ് ചെയ്തത്. സാമാന്യം ഭേദപ്പെട്ട ഒരു കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കാനും സാധിച്ചു. 3.5 കോടി രൂപയോളം ആദ്യ ദിവസം നേടിയെടുക്കാനും സിനിമയ്ക്ക് സാധിച്ചു. വിദേശ മാർക്കറ്റുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. GCC റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വിദേശ മാർക്കറ്റിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യാത്തത്. ഇത് GCCയിലെ ഈ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇന്നോ നാളെയോ മറ്റോ പുറത്തു വരുമെന്ന് തോന്നുന്നു. GCC ഒഴിച്ചുള്ളടത്തൊക്കെ വളരെ ശോകമായിട്ടുള്ള കളക്ഷനാണ്. 34 ലക്ഷം രൂപ മാത്രമാണ് ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാം ദിവസം പലയിടത്തും പടം ഓടുന്നില്ല. കാരണം ആദ്യ ദിവസം ഓടിയതെല്ലാം തന്നെ ഏതെങ്കിലും സംഘടനകൾ തിയേറ്ററുകൾ റെന്റിനെടുത്തിട്ട് നടത്തുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഞാൻ മമ്മൂട്ടിനെ കളിയാക്കിയതാണ് എന്ന് തോന്നും. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. മലയാളത്തിലെ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് സാധാരണയായിട്ട് ഓടുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം. ഇപ്പൊ എമ്പുരാൻ പോലെയൊക്കെ വലിയ ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തുമ്പോൾ, കോടികൾ ചെലവിട്ട് മാർക്കറ്റിംഗ് നടത്തുമ്പോൾ മാത്രമാണ് അവിടെ തിയേറ്റർ കിട്ടുന്നത്. അല്ലെങ്കിൽ റെന്റിനെടുത്തിട്ട് ഏതെങ്കിലും സംഘടനകൾ റെന്റിനെടുത്തിട്ടാണ് നടത്തുന്നത്. ഇത് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ പിടിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അത് ബസൂക്കയ്ക്ക് കിട്ടിയിട്ടില്ല. ബസൂക്കയ്ക്ക് വിദേശ മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടിയിരിക്കുന്നത് GCCയിലേക്കാണ്. ഇപ്പൊ എന്തുതന്നെയാലും ആ ഒരു സിനിമയ്ക്ക് GCCയിലെ കളക്ഷൻ കൂടി പുറത്തു വന്നാൽ മാത്രമാണ് എങ്ങനെയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷന്റെ നിലവാരം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ കേരളത്തിൽ പടം ആദ്യ ദിവസം 3.5 കോടി രൂപ നേടുകയും രണ്ടാം ദിവസത്തേക്ക് വന്നപ്പോൾ 2,21,00,000 രൂപയിലേക്ക് നിലനിർത്തുകയും ചെയ്തു എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു സംഖ്യയല്ല. മാത്രവുമല്ല, ആ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് രണ്ടാം ദിവസം മാത്രം 100-ലധികം ലേറ്റ് നൈറ്റ് ഷോസ്, എക്സ്ട്രാ ഷോസ്, 100-ലധികം എക്സ്ട്രാ ഷോസ് രാത്രി 12 മണിക്ക് ശേഷം കേരളത്തിൽ കളിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ 12 മണിയാണോ 11 മണിയാണോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 12 മണിക്ക് ശേഷം എന്നുള്ള രീതിയിലാണ് പുറത്തോട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. എന്ത് തന്നെയായാലും സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ലേറ്റ് നൈറ്റ് ഷോസ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം സിനിമയ്ക്ക് നല്ല രീതിയിൽ ആളുകൾ കയറുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം പകല് സമയത്ത് ടിക്കറ്റ് കാലിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ പലതും കിട്ടുന്നുണ്ട്. പകല് സമയത്തല്ല നോക്കേണ്ടത്. ഇതൊരു സൂപ്പർ ഹിറ്റിലേക്ക് പോയ സിനിമയല്ല. വളരെയധികം നെഗറ്റീവും വളരെയധികം ഡീഗ്രേഡിങ്ങും നേരിട്ട ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയെ സംബന്ധിച്ച് സിനിമ നല്ലതാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലെ ഷോയ്ക്ക് ആള് കയറി തുടങ്ങും. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കുന്നത് ഈ ഒരു സിനിമ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ആദ്യ ദിവസം നേരിട്ട ഡീഗ്രേഡിങ്ങിനും അല്ലെങ്കിൽ കളിയാക്കലുകൾക്കുമുള്ള പ്രതികരണം എന്ന രീതിയിൽ സിനിമയ്ക്ക് നല്ലൊരു ഫൈനൽ കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.